ഓവർടേക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല. അവർ പറയുന്നത് ഞങ്ങൾ പോയിട്ട് നീ പോയാൽ മതി എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അവരുടെ ഫ്രണ്ടിൽ കയറി പോകാൻ പാടില്ല. അവർ എപ്പോൾ പോകുന്നു അത് കഴിഞ്ഞിട്ട് പോകണം. പോലീസുകാരുടെ കാങ്കെ തന്നെ എന്നെ വെല്ലുവിളിക്കുകയാണ്. നാളെ മുതൽ നിൻ്റെ സർവീസിലൂടെ നടത്തുകയില്ലെന്ന് പറഞ്ഞ് എന്നെ വെല്ലുവിളിച്ചു. സ്റ്റേഷൻ്റെ മുറ്റത്ത് നിന്ന് അവർ വെല്ലുവിളിച്ചു അവരങ്ങ് പോവുകയാണ്. അവിടെ നിന്നൊരു പോലീസുകാരനോട് പറഞ്ഞു അത് എങ്ങനെയാണ് ഒത്തുതീർപ്പാക്കി വിടാൻ പറഞ്ഞു. ഇരുചക്ര വാഹനത്തെ ബസ് ഓവർടേക്ക് ചെയ്തു. ഇത് ഇഷ്ടപ്പെടാതിരുന്ന സ്കൂട്ടർ യാത്രികർ ബസ് തടഞ്ഞു നിർത്തിയതിന് ശേഷം ഡ്രൈവറെ അതിക്രൂരമായി മർദ്ദിക്കുകയും ബസ്സിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് അടിച്ചു തകർക്കുകയും ചെയ്തിരിക്കുകയാണ്. കോട്ടയം പാമ്പാടിയിലാണ് ഇന്നലെ രാത്രി 8:45 ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കോട്ടയം പള്ളിക്കത്തോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന മേരി മാത എന്ന ബസ്സിലെ ഡ്രൈവർ വിഷ്ണുവിനാണ് അതിക്രൂരമായി മർദ്ദനമേറ്റത്. നിരവധി സ്ത്രീകളടക്കം ഈ ബസ്സിലുള്ളപ്പോഴാണ് രണ്ടംഗ സംഘം ഇത്തരത്തിൽ അതിക്രൂരമായ രീതിയിൽ ബസ്സിനുള്ളിൽ കയറി അക്രമം കാട്ടിയത്. രാത്രി 8:45 ഇവിടുന്ന് പള്ളിക്കത്തോടിന് പോകുന്ന ട്രിപ്പ് വണ്ടി കയറി പോവുക. അത്യാവശ്യം ആളുണ്ട്. വണ്ടി പോയിക്കൊണ്ടിരുന്ന സമയത്ത് മേളിൽ അടുത്ത ബസ് സ്റ്റോപ്പ് എത്തുന്നതിന് ഒരു 200 മീറ്റർ മുമ്പായിട്ട് ഒരു ഓട്ടോ പോകുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബൈക്ക് പോകുന്നു. ഓട്ടോക്കാരൻ ഓൺ അടിച്ച് അവൻ സൈഡിൽ വന്ന് ഞാൻ കയറിപ്പോയി. ഫ്രണ്ടിലെ ബൈക്ക് പോകുന്നു. ബൈക്ക് സെൻട്രൽ ലൈൻ തന്നെ പിടിച്ചാൽ പോകുന്നു. 2 പേര് പൂസ വെട്ടി പോകുന്ന വണ്ടി. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഓൺ അടിച്ച് ഞാൻ കയറിപ്പോയത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് അടുത്ത ബസ് സ്റ്റോപ്പിൽ കൊണ്ട് ആളിറക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഈ ബൈക്കുകാർ കയറി വന്നിട്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ വണ്ടി ഇറങ്ങി വെച്ച് ഇറങ്ങി വന്നിട്ട് ഈ ഡോറ് വലിച്ച് തുറന്ന് എനിക്കിട്ട് തല്ലുകയും ഹെൽമെറ്റ് കൊണ്ട് അടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ എൻ്റെ സ്വയരക്ഷയ്ക്ക് ഞാൻ ഡോറ് വലിച്ചടച്ചപ്പോഴത്തേക്ക് അവർ വണ്ടിക്ക് അകത്തോട്ട് കയറി വന്നു. സ്റ്റോപ്പിൽ ആളെ ഇറക്കാൻ വേണ്ടിയാണല്ലോ വണ്ടി നിർത്തി. അപ്പോൾ ആ ഡോറ് തുറന്നു കിടക്കുക. അതിനകത്തോട് അവർ ചാടി അകത്ത് കയറി വണ്ടിക്കകത്ത് സ്ത്രീകളെയും ബാക്കി യാത്രക്കാരെയും തെറി പറയുകയും എന്നെക്കിട്ട് തല്ലുന്ന കണ്ടപ്പോൾ പിടിച്ചു മാറ്റാൻ വന്ന കണ്ടക്ടർക്കിട്ട് തല്ലുകയും ഹെൽമെറ്റ് വെച്ച് അടിക്കുകയും ചെയ്തു. ഇത് നമ്മൾ 1 മിനിറ്റോ 2 മിനിറ്റോ അല്ല 5-6 മിനിറ്റ് നിർത്താതെ തലക്കിട്ട് തന്നെ അടിക്കുമായിരുന്നു. ഇവർക്ക് ഈ വിരോധം ഉണ്ടാകാനുള്ള കാര്യം എന്താണെന്നല്ല അറിയോ? വിരോധം ഉണ്ടാകാൻ അന്നേരം തോന്നിയത് എനിക്ക് തോന്നുന്നു ഞാൻ അവരുടെ ഫ്രണ്ടിൽ കയറി പോയതുകൊണ്ടായിരിക്കണം. ഓവർടേക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല. അവർ പറയുന്നത് ഞങ്ങൾ പോയിട്ട് നീ പോയാൽ മതി എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അവരുടെ ഫ്രണ്ടിൽ കയറി പോകാൻ പാടില്ല. അവർ എപ്പോൾ പോകുന്നു അത് കഴിഞ്ഞിട്ട് പോകണം. അങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കും. റോഡിന്റെ സെൻട്രൽ ലൈൻ കീപ്പ് ചെയ്ത് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതിന്റെ വീഡിയോ നമ്മുടെ ഫ്രണ്ട് ക്യാമറ ഉണ്ട്. അത് വിഷ്വൽ കിട്ടിയിട്ടുണ്ട്. കുറേ ദൂരം അങ്ങനെയായിരുന്നു. ഇവര് താങ്കൾക്ക് മുൻപരിചയമുള്ള ആളുകളോ വിരോധമുള്ള ആളുകളോ അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ലല്ല, ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഫസ്റ്റ് ഞാൻ കാണുന്നവരെ. ഞാൻ ഈ വഴിക്ക് വന്ന് ബസ് ഓടിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മാസത്തോളം ആകുന്നുള്ളൂ. ഇതിനു മുമ്പ് ഞാൻ ഇവരെ എവിടെയെങ്കിലും കണ്ടിട്ടില്ല. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. പക്ഷേ ഞാൻ ഇവരെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇവിടെ ഉള്ളവർ പറയുന്ന പുള്ളി ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയായിരുന്നു അവധിക്ക് ലീവിന് വന്നേക്കുന്ന നാട്ടാണെന്നൊക്കെ പറയുന്നു. ചികിത്സ തേടി എന്താണ് നിലവിലെ അവസ്ഥ? അവർ സ്കാൻ ചെയ്തു. നമ്മുടെ എക്സ്റേ കാര്യങ്ങളെല്ലാം എടുത്തു. ചെവി കൂട്ടി ഈ സൈഡ് കൂട്ടിയാണ് അടിച്ചത്. ഹെൽമെറ്റിന് അടിച്ച് ചെവി അടഞ്ഞിരിക്കുന്നു. വേദനയുണ്ട്. ഈ കൂടെ ഉണ്ടായിരുന്ന കണ്ടക്ടറാണ്. അപ്പോൾ താങ്കളെയും ഇവർ മർദ്ദിച്ചല്ലേ? എന്നെ മർദ്ദിച്ചു. ഞാൻ തല്ലുന്ന കണ്ടുകൊണ്ട് പിടിച്ചു മാറ്റാൻ ഇറങ്ങിച്ചില്ലെന്ന് ആദ്യം. പിടിച്ചു മാറ്റാൻ ചെയ്യുന്ന എന്നെ ഹെൽമെറ്റ് അടിച്ചു. അതിൽ ഒരു വ്യക്തി ഹെൽമെറ്റ് അടിക്കുകയും ചെയ്തു. ഒരു വ്യക്തി കൈ വെച്ച് എനിക്കിട്ട് അടിച്ചത്. എന്നെ പിടിച്ച് തള്ളി പുറകോട്ട് മാറ്റുകയും ചെയ്തു. അത് കഴിഞ്ഞാൽ ഡ്രൈവർക്കിനെ മർദ്ദിക്കുന്നത്. ഈ വരുന്ന വീഡിയോക്കകത്ത് കാര്യങ്ങളെല്ലാം ഉണ്ട്. യാത്ര ചെയ്തിട്ട് ഭയങ്കര തെറിയായിരുന്നു പുള്ളിക്കാരൻ. ഒരു യാത്രക്കാരി അടുത്തുള്ള എനിക്കറിയാം. കൊച്ചൻ മാറടിക്കാന്ന് പറഞ്ഞപ്പോൾ ആ പുള്ളിക്കാരി മോശം പറയും. ആ പുള്ളിക്കാരി പരാതി കൊണ്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പുള്ളിക്കാരി കേൾക്കാൻ കൊള്ളാത്ത പോലെ തെറി പറഞ്ഞു. പിന്നെ ആ പുള്ളിക്കാരിയെ പറ്റി പറയാത്തൊന്നുമില്ല. ഭയങ്കര മോശമായിട്ട് പുള്ളിക്കാരി സംസാരിച്ചു. ഇത്രയും ആൾക്കാർ മുന്നിൽ വെച്ച് അതിൻ്റെ എല്ലാ ഫുൾ വിഷ്വൽസ് നമ്മുടെ കയ്യിലുണ്ട്. മദ്യലഹരിയിലായിരുന്നു. ഇപ്പം വണ്ടി വെട്ടി പോകുന്ന കാണുമ്പോൾ നമുക്കറിയാം. പിന്നെ ആ ആൾക്കാർ ഹെൽമെറ്റ് പോലും വെക്കാതെ സ്റ്റേഷനിൽ കയറി വന്നിട്ട് പോലും പോലീസുകാരൻ ചോദിച്ചില്ല എന്നുള്ളതാണ്. പോലീസുകാർ വന്നപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത്. സ്റ്റേഷനിൽ കയറി വന്നപ്പോഴും വണ്ടി ആക്സിഡൻറ്റ് നടന്ന സമയത്ത്, ആക്സിഡൻ്റ് അല്ല വണ്ടിക്കകത്ത് വിഷയം ഉണ്ടായ സമയത്ത് അവിടെ സ്റ്റേഷനിൽ വന്നപ്പോഴും അവർ പരാതി ഇല്ലാതെ ഒഴിവാക്കി ഒത്തുതീർപ്പായിട്ട് പോകും. ആ രീതിയിലാണ് സംസാരിക്കുന്നത്. താങ്കളെ മർദ്ദിച്ചതിന് ശേഷമാണ് ഈ ബസ്സിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് അടിച്ചു തകർത്തത്. ഈ ഗ്ലാസ് നമ്മൾ വണ്ടിക്കകത്ത് നിന്നപ്പോൾ അവർ ഡോറ് ഇതിലെ ഫ്രണ്ടിൽ കൂടെ വന്ന ഹെൽമെറ്റിന് മറ്റെന്തോ മാരകമായ സാധനത്തിന് അത് അടിച്ചു പൊട്ടിക്കുമായിരുന്നു. ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുമ്പോഴത്തേക്കിന് പ്രതികളെന്ന് പറയുന്ന അവർ 2 പേരും കൂടെ ഒരു ബൈക്കേ വന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ എൻ്റെ മുമ്പിൽ വന്നിച്ച് ബൈക്ക് കൊണ്ട് നിർത്തിച്ച് എന്നെ വന്ന് പോലീസുകാരുടെ കാങ്കെ തന്നെ എന്നെ വെല്ലുവിളിക്കുകയാണ്. നാളെ മുതൽ നിൻ്റെ സർവീസിലൂടെ നടത്തുകയില്ലെന്ന് പറഞ്ഞ് എന്നെ വെല്ലുവിളിച്ചു. ഞാൻ ഈ പരാതിയായിട്ട് ഞാൻ അകത്ത് നിൽക്കുമ്പോഴാണ് എന്നെ വെല്ലുവിളിക്കുന്നത്. എന്നെ സ്റ്റേഷൻ്റെ മുറ്റത്ത് നിന്ന് അവർ വെല്ലുവിളിച്ച് അവരങ്ങ് പോവുകയാണ്. എന്നിട്ട് അവിടെ നിന്നൊരു പോലീസുകാരനോട് പറഞ്ഞു അത് എങ്ങനെയാണ് ഒത്തുതീർപ്പാക്കി വിടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒത്തുതീർപ്പിന് വന്നതല്ലെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ വണ്ടിക്ക് നഷ്ടമുണ്ട്, എൻ്റെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകളുണ്ടായി, എൻ്റെ ജോലിക്കാരെ തല്ലുകയും ചെയ്തു. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു പരിഹാരം കാണണം, അതിനുവേണ്ടി ഞാൻ വന്നതെന്ന് പറഞ്ഞു. അതാണ്. എന്നിട്ട് പോലും ആ പ്രതികൾ സ്കൂളായിട്ട് അവിടെ ഇറങ്ങി പോവുകയും ചെയ്തു. ഒന്ന് വിളിച്ച് ചോദിക്കുക പോലും അവരോട് ചെയ്തിട്ടില്ല. പോലീസുകാർ ചെയ്തിട്ടില്ല. അതാണ് യഥാർത്ഥത്തിൽ നടന്ന സംഭവം. താങ്കൾ ഈ പറഞ്ഞ ഈ സംഭവം ഉണ്ടാകുമ്പോൾ CI സ്ഥലത്തില്ലായിരുന്നു. CI ഇല്ലായിരുന്നു. താങ്കളോട് എന്താണ് ഇവർ ഭീഷണിപ്പെടുത്തിയത്? എന്താണ് ഭീഷണിപ്പെടുത്തുക? നാളെ മുതൽ നിൻ്റെ സർവീസ് അതിലൂടെ നടത്തിക്കുകയല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വണ്ടി അതിലൂടെ നാളെ മുതൽ സർവീസ് നടത്തിക്കുകയല്ലാന്ന്. അതാണ് അവൻ്റെ ഭീഷണി. അതായിരുന്നു അവരുടെ 2 പേരുടെ. അവർ ചേട്ടനും അനിയനുമാണ്. ഈ മാക്കപ്പടി എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പിലാണ് ഈ സംഭവം നടക്കുന്നത്. ആ സ്റ്റോപ്പിൻ്റെ തൊട്ടപ്പുറമുള്ളതാണ് ഇവരുടെ വീട്. തൊട്ടടുത്ത് തന്നെ അവിടെയുള്ള പരിസരവാസികൾ തന്നെയാണ് ഇവർ പാമ്പാടി മുതലേ ഈ വണ്ടിയുടെ മുമ്പിൽ ഉണ്ടായിരുന്നാണ് പറയുന്നത്. വീഡിയോയ്ക്കകത്ത് കാണുന്നുമുണ്ട്. നടുക്കൂടെ വെച്ച് പോകുന്നതൊക്കെ എല്ലാം കാണുന്നുണ്ടത്.
അത് കണ്ടുകൊണ്ട് ഡ്രൈവർക്ക് മനസ്സിലായി. ഡ്രൈവർ ഒറ്റ പ്രാവശ്യം ഓൺ അടിച്ചോളെന്നാണ് പറയുന്നത്. ഒരു സൈഡ് ചോദിച്ചു. അവരുടെ സ്റ്റോപ്പിന് തൊട്ടിപ്പുറം വന്നപ്പോഴാണ് സൈഡ് കൊടുക്കുന്നത്. ആ സൈഡ് കൊടുത്ത് വണ്ടി അങ്ങോട്ട് കയറിപ്പോയി അപ്പുറം കൊണ്ട് സ്റ്റോപ്പിൽ ആളെ ഇറങ്ങാൻ വേണ്ടി കൊണ്ട് നിർത്തിയപ്പോഴാണ് ഇവർ സൈഡിൽ കൂടെ വന്നിച്ച് വണ്ടി കൊണ്ട് വിലങ്ങി കൊണ്ട് വെച്ച് ഡ്രൈവറെ ഡോർ തുറന്നിട്ട് അടിക്കുകയായിരുന്നു. ഒരു 5 മിനിറ്റോളം പുറത്ത് നിന്ന് അടിച്ചു. ഈ രണ്ടുപേരും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഈ ഡ്രൈവർക്ക് രക്ഷയില്ലാതെ വന്നപ്പോൾ ഇവരെ തള്ളി മാറ്റിച്ചാണ് അകത്തോട്ട് കയറുന്നത്. അകത്ത് കയറി സീറ്റൊക്കെ കയറി ഇരുന്നപ്പോഴത്തേക്കിന് പുറകെ കൂടെ വന്ന് വണ്ടിയുടെ ഡോർ തുറന്ന് കിടക്കായിരുന്നു. അത് അതിലൂടെ കയറി വന്നിട്ട് പിന്നെ ഹെൽമെറ്റ് ഊരിക്കൊണ്ട് അങ്ങ് അടിക്കുകയായിരുന്നു. നിന്നെ കൊല്ലുമെന്നും പറഞ്ഞു വണ്ടിക്കകത്തിട്ട് ഡ്രൈവറെ അടിച്ചു. ഒരു 5 മിനിറ്റോളം അടിക്കുന്ന വീഡിയോയുണ്ട്. ആ കയറിയപ്പം മുതൽ സ്ത്രീകളെ അടക്കം തെറി വിളിക്കുന്നുണ്ട്. കേൾക്കാൻ കൊള്ളാത്ത തെറിയാണ് വിളിച്ചിട്ടുള്ളത്. തടയാൻ ശ്രമിക്കുന്ന സ്ത്രീകൾ ഒത്തിരി പറയുന്നുണ്ട്, ആണുങ്ങളും പറയുന്നുണ്ട്. പക്ഷേ അവർ കേൾക്കുന്നില്ല. കാരണം ഇവരുടെ കയ്യിൽ ഹെൽമെറ്റ് ഇരിക്കുക. അവർക്കിട്ട് തല്ലിയല്ലോ എന്നുള്ളൊരു പേടി അവർക്കുണ്ട്. അത് കാരണം കൊണ്ട് അവർ പറയുന്ന മാത്രമേ ഉള്ളൂ. തല്ലരുതെന്ന് പറയുന്നേ ഉള്ളൂ. അവരെ തെറി വിളിക്കുകയാണ്. കേൾക്കാൻ കൊള്ളാത്ത തെറിയാണ് വിളിക്കുന്നത്. അത് വീഡിയോ ഒക്കെ തൊണ്ടത് കറക്റ്റായിട്ട് കാണുന്നുണ്ടത്. പാമ്പാടി പോലീസിൽ സംബന്ധിച്ച് പരാതി കൊടുത്തിട്ടുണ്ട്. എൻ്റെ വണ്ടിയുടെ ഗ്ലാസ് കല്ല് പൊട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി ഇവിടെ മുടങ്ങി കിടക്കുകയാണ്, ഓടാൻ പറ്റുന്നില്ല. 2-3 ആൾക്കാർ ഇപ്പോൾ സെറ്റിൽമെൻറ്റ് ഇപ്പോൾ കുറച്ചും ഒരു 5 മിനിറ്റ് മുമ്പ് സെറ്റിൽമെൻറ്റ് വിളിച്ചിരിക്കുകയാണ്. എനിക്ക് സെറ്റിൽമെൻറ്റുമായിട്ട് മുമ്പോട്ട് പോകുക എന്നുള്ളത് അത് ശരിയല്ല. കാരണം എനിക്ക് എൻ്റെ ജോലിക്കാർക്കുണ്ടായ ബുദ്ധിമുട്ട്, പിന്നെ എൻ്റെ യാത്രക്കാർക്കുണ്ടായ മാനസിക വിഷമങ്ങൾ, പിന്നെ എൻ്റെ വണ്ടിക്കുണ്ടായ നഷ്ടങ്ങൾ, സർവീസ് മുടങ്ങുന്നു. കേസുമായിട്ട് തന്നെ മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് എനിക്ക് ഉള്ള എൻ്റെ അഭിപ്രായം. അതാണ്. ജോലിക്കാർക്കും അങ്ങനെ തന്നെ പോകണമെന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. കാരണം ഒരു കാര്യമില്ലാണ്ടാണ് വെറുതെ കയറി തല്ലുന്നത്. ഇന്നലെ രാത്രി 8:45 പാമ്പാടി പള്ളിക്കത്തോട് റൂട്ടിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇരുചക്ര വാഹനത്തെ ബസ് ഓവർടേക്ക് ചെയ്തത് ഇഷ്ടപ്പെടാതിരുന്ന സ്കൂട്ടർ യാത്രികർ ബസ് തടഞ്ഞു നിർത്തുകയും ഡ്രൈവറെയും കണ്ടക്ടറെയും അതിക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. അതിനുശേഷം ഈ ബസ്സിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ഈ അക്രമി സംഘം അടിച്ചു തകർക്കുകയും ചെയ്തു. നിരവധി സ്ത്രീ യാത്രക്കാരടക്കം ബസ്സിലുള്ളപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. സ്ത്രീകളെ അടക്കം അസഭ്യം പറയുന്ന ഒരു സംഭവം ഉണ്ടായി എന്നുള്ളതാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം പാമ്പാടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയ ഈ ബസ് ഉടമയെ ഈ അക്രമികൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും അവിടെ വെച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നും ആരോപണമുണ്ട്. എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ ബസ് ഉടമ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പാമ്പാടിയിൽ നിന്നും സനീഷിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.